Today's guest in Entrepreneur's Mind Talk is a friend of mine who is the author of #1 international bestseller, 90 Days to Life, a business accelerator, digital evangelist, author of international best-selling book on conscious entrepreneurship. He has trained and mentored thousands of entrepreneurs all over the world through his book, videos, online training, and seminars. Currently, he is the CEO of Chandy Technical Solutions LLC, Melbourne, USA. He is a leading consultant for many companies in US, Canada, including IT companies in the Silicon Valley. Mr. Rubal Chandy. Rubal, pleasure to have you here. Jalil, great to be with you. $1 million കമ്പനിയിൽ നിന്നും 10 million കമ്പനിയിലേക്കുള്ള ട്രാൻസിഷൻ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് പ്രാക്ടിക്കലായി എങ്ങനെയാണ് സാധ്യമാകുന്നത്? ആ $1 എന്നുള്ള കമ്പനിയിൽ നിന്ന് 10 million അതുപോലെ തന്നെ $1 million നിന്ന് $10 million $10 million $100 million നമ്മൾ വർക്ക് ചെയ്യാറുണ്ട്. ഈ എല്ലാ കാര്യങ്ങളും മിഡിൽ ഈസ്റ്റിലും ഇന്ത്യയിലും വളരെ റിലവൻ്റ് ആണ്. ഈ നമ്മുടെ മനസ്സിലുള്ള ഒരു ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഒരു ഇന്ത്യക്കാരൻ, ഒരു മലയാളി എന്ന രീതിയിൽ നമ്മൾ ലിസൺ ചെയ്യുമ്പോൾ നമ്മൾ ചെറുതായിട്ട് ചിന്തിക്കാനായിട്ട് പഠിച്ച ആൾക്കാരാണ്. നമ്മൾ ആരോ പഠിപ്പിച്ചു നമുക്ക് ചെറുതായിട്ട് ചിന്തിക്കാം. നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ഞാൻ രാമപുരം പാലായിൽ ജനിച്ചു വന്ന ആളാണ്. അപ്പൊ എൻ്റെ മനസ്സിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നെല്ലനാനിക്കട എന്ന് പറഞ്ഞ ഏതോ ഒരു ഔസേപ്പച്ചൻ ചേട്ടൻ്റെ നെല്ലനാനിക്കട ഉണ്ട്. നെല്ലനാനിക്കട ഒരു കടയാണ്. ആ കട നമുക്ക് $100 million അല്ലെ $10 million ഗ്രോ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ കടയ്ക്ക് ഒരു ഫ്രാഞ്ചൈസി ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ, ആ കടയ്ക്ക് ഒരു സ്കെയിലബിൾ ആയിട്ടുള്ള മോഡലാക്കി മാറ്റാൻ പറ്റുവാണെങ്കിൽ, ആ കടയ്ക്ക് ഒരു ഓട്ടോമേഷൻ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ, ആ കടയ്ക്ക് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ, ആ ടെക്നോളജി യൂസ് ചെയ്തോ മറ്റൊരു സിസ്റ്റം യൂസ് ചെയ്തോ ഒരു സ്കെയിലബിൾ ബിസിനസ് ആക്കി മാറ്റാൻ പറ്റുവാണെങ്കിൽ, ഇപ്പോൾ തന്നെ കേരളത്തിലും മിഡിൽ ഈസ്റ്റിലും നമ്മുടെ ക്ലയന്റുകളുണ്ട്. അത് ഈ പറഞ്ഞ $10 million കൂടുതൽ ഗ്രോത്ത് ഉണ്ടാക്കിയേക്കുന്ന അപ്രോക്സിമേറ്റ്ലി $100 million എത്തുന്ന കമ്പനികൾ ഇന്ന് ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇന്ത്യയുടെ സമയമാണ്, മലയാളികളുടെ സമയമാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ റൂബലിന്റെ ബുക്ക് വായിച്ചാൽ അതിൻ്റെ ഒരു പാർട്ട് സൂയിസൈഡിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഈ ബുക്ക് വായിച്ചാൽ യഥാർത്ഥത്തിൽ സൂയിസൈഡ് ചെയ്യാൻ ഉള്ള ടെൻഡൻസി ഉള്ള ഒരാൾ സൂയിസൈഡിലേക്ക് പോകില്ല എന്നാണ് പറയുന്നത്. അപ്പം ആക്ച്വലി ബിസിനസ് സർക്കിളിലും മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും അധികം സൂയിസൈഡ് ചെയ്യുന്നത് മലയാളികളാണ്. കേരളത്തിലും ഏറ്റവും അധികം, നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും അധികം സൂയിസൈഡ് നടക്കുന്ന സ്റ്റേറ്റിൽ ഒന്നാണ് കേരളം. ഈ സൂയിസൈഡ് എന്നുള്ള ഈ ഒരു വലിയൊരു ഡിസാസ്റ്ററിനെ എങ്ങനെയാണ് ഇത് ഇല്ലാതാക്കാൻ കഴിയുക? തീർച്ചയായിട്ടും. അപ്പൊ സൂയിസൈഡ് എന്ന് പറഞ്ഞേക്കുന്ന ഒരു കാര്യം നമ്മൾ ബുക്കിൽ എഴുതാൻ ഒന്നാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബുക്ക് ആദ്യം എഴുതിയപ്പം അത് മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു ബുക്ക് ആകണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ അമേരിക്കയിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓതർ നമ്മുടെ ബുക്കിനെ കുറിച്ച് 90 Days to Life is the iPhone of സെൽഫ് ഹെൽപ്പ് എന്നാണ് പറഞ്ഞത്. അതായത് ഒരു ഐഫോൺ ആണ്. നേരത്തെ ഒരു നോക്കിയ ഫോൺ ഉണ്ടായിരുന്നു. പല ബുക്കുകളും ഒരു ഒറ്റ ടോപ്പിക്കുകൾ എഴുതും. നമ്മളുടെ ബുക്കിലൂടെ മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള ടോപ്പിക്കുകൾ എഴുതണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരേ സമയം തന്നെ മെന്റൽ വെൽനെസ്സും, ഒരേ സമയം തന്നെ ബിസിനസ്സും, സൈക്കോളജിയും, പ്രൊഡക്ടിവിറ്റിയും, സ്പിരിച്വാലിറ്റിയും ഒരേ ബുക്കിലൂടെ എങ്ങനെ കവർ ചെയ്യാമെന്ന എഫേർട്ടിൽ നിന്നാണ് ഞാൻ 5 വർഷം കൊണ്ട് ഈ ബുക്ക് എഴുതി തീർത്തത്. ബൈ ദ വേ, ഇതിന്റെ മലയാളം ബുക്ക് ഉടനെ തന്നെ 2021 തന്നെ റിലീസ് ആകുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് ജലീലിനോട് ഞാൻ പറയുകയോ ആൾക്കാർക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. സൂയിസൈഡിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ സൊസൈറ്റി ബിൽട്ട് ആയേക്കുന്നത് ഒരു ക്ലസ്റ്റർ സൊസൈറ്റിയാണ്. ക്ലസ്റ്റർ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി സൊസൈറ്റിയാണ്. നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. അപ്പൊ ഈ ക്ലസ്റ്റർ സൊസൈറ്റികളിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, മറ്റാൾക്കാരുടെ ഒപ്പീനിയന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വാലിഡിറ്റി ഉണ്ട്. മറ്റൊരാൾ എന്ത് പറഞ്ഞു, മറ്റൊരാൾ എന്ത് വിചാരിച്ചു, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, ഇതെല്ലാ ഹ്യൂമൻസിനും ഉള്ളതാണെങ്കിലും ക്ലസ്റ്റർ സൊസൈറ്റികളിൽ, അതായത് ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റികളിൽ, ഫോർ എക്സാമ്പിൾ ജപ്പാനിലാണെങ്കിലും ചൈനയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും പല ഏഷ്യൻ കൺട്രികളിലും ഒരു ക്ലസ്റ്റർ സൊസൈറ്റികളാണ്. അതേസമയം യൂറോപ്പിലും അമേരിക്കയിലും എന്ത് സംഭവിക്കുക വെച്ചാൽ, നമ്മൾ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള സൊസൈറ്റിയാണ്. അവിടെ ഇൻഡിവിജ്വലിനാണ് പ്രാധാന്യം, ക്ലസ്റ്ററിന് പ്രാധാന്യം വളരെ കുറവാണ്. എനിക്കും എൻ്റെ ഇൻഡിവിജ്വൽ ഫ്രീഡം തരാനാണ് അവർ പറയുന്നത്. അപ്പൊ ക്ലസ്റ്റർ സൊസൈറ്റികളിൽ ഫിയർ ഓഫ് റിജക്ഷൻ സിഗ്നിഫിക്കൻ്റ്ലി ഹയർ ആണ്. വേറെ ആൾക്കാർ എന്നെ റിജക്ട് ചെയ്തു,
വേറെ ആൾക്കാരെല്ലാവരും എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് പല ആൾക്കാരും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ ആ ഒരു ഷെയിമിൽ നിന്ന് ഹ്യൂമനെ പുറത്തു ചാടിക്കുക എന്നുള്ളതാണ് കളക്റ്റീവ്ലി നമ്മൾ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, പരാജയപ്പെടാൻ അനുവദിക്കുക, പരാജയപ്പെടാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞു വെച്ചാൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് പരാജയപ്പെടുക, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള പരാജയപ്പെടാൻ എൻകറേജ് ചെയ്യുന്ന ഒരു സൊസൈറ്റി ആയി മാറിയാൽ നമ്മുടെ എഡ്യൂക്കേഷനകത്തും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണെങ്കിലും എല്ലാവരും A+ മേടിക്കണം, എല്ലാവരും A+ മേടിക്കണം. A+ മേടിച്ചില്ലേ പ്രശ്നമാണ്. തീർച്ചയായിട്ടും എല്ലാവരും അവരുടെ ബെസ്റ്റ് ചെയ്യണം. പക്ഷെ അത് ലൈഫിനേക്കാളും കൂടുതൽ വാല്യുബിൾ അല്ല A+. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹ്യൂമൻസ് ആണ്. അപ്പൊ ആ ഹ്യൂമൻ റെസ്പെക്ട് കൊടുക്കാനായിട്ടും ഇൻഡിവിജ്വൽ ആകാനായിട്ട് അവരെ എംപവർ ചെയ്യാനുമായിട്ടുള്ള സ്ട്രെങ്ത് കൊടുത്താൽ തന്നെ നമ്മളെ സംബന്ധിച്ചോളം കുറെ കൂടെ സൂയിസൈഡ് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. സൂയിസൈഡ് ഇല്ലാതാക്കുക എന്ന് പറഞ്ഞിട്ട് സിറ്റുവേഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് അതുപോലുള്ള സിറ്റുവേഷൻ വരുമ്പം അവർക്ക് റീച്ച് ചെയ്യാനുള്ള ഹെൽപ്പ് ലൈൻസും അതിന് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള കൗൺസിലേഴ്സും അങ്ങനെ ഒരു സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നതിനെ കുറിച്ച് വളരെ വെൽ ട്രെയിൻ ആയിട്ടുള്ള പ്രൊഫഷണൽസും ഒരുപാട് കുറെ കാര്യങ്ങളും നമ്മൾ അതിനുവേണ്ടി ചെയ്യേണ്ടിയിരിക്കുന്നു. എന്താണ് ആക്ച്വലി ഒരു ബിസിനസ്സുകാർക്ക് ഉണ്ടാകുന്ന ഒരു ഫിയർ ഫാക്ടർ എന്താണ്? ഒരു ബിസിനസ് ഫർദർ ഡെവലപ്പ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്യുന്നതിനോ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രീവിയസ് ആയിട്ടുണ്ടായിട്ടുള്ള ബാഡ് എക്സ്പീരിയൻസ് അതൊരു ഫിയർ ഫാക്ടറായിട്ട്, ഒരു ഹോണ്ടിങ് ഫാക്ടറായിട്ട് നിൽക്കുകയും അടുത്തൊരു എക്സ്പാൻഷൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ എന്ത് സൊല്യൂഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? അപ്പൊ ആദ്യം എന്താണ് ഫിയർ എന്ന് പെട്ടെന്നൊന്ന് പറയാം. നമ്മൾ ഫിയറിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി മനുഷ്യനെ സംബന്ധിച്ചോളം ഫണ്ടമെന്റൽ ആയിട്ടുള്ള സൈക്കോളജിക്കൽ ഫിയർ ഒരൊറ്റ ഫിയറേ ഉള്ളൂ. ഐ ആം നോട്ട് ഇനഫ്, ഞാൻ ഇനഫ് അല്ല എന്നുള്ള ഫിയർ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഫിയറുകളെല്ലാം ഡെറിവേറ്റഡ് ആയിട്ടുള്ള ഫിയേഴ്സ് ആണ്. ഡെറിവേറ്റഡ് ആയിട്ടുള്ള ഫിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഐ ആം നോട്ട് ഇനഫ് ചില ആൾക്കാരിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഐ വിൽ നോട്ട് ബി അക്സെപ്റ്റഡ് എന്നായിരിക്കും. വേറൊരാൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന വാട്ട് ഇഫ് ഐ ഫെയിൽ എന്നായിരിക്കും. വേറൊരാൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന വാട്ട് ഇഫ് ഐ ഡൈ എന്നായിരിക്കും. വേറൊരാൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന മറ്റു രീതിയിലായിരിക്കും. അപ്പൊ ഫണ്ടമെന്റലി ഫിയർ എന്ന് പറഞ്ഞാൽ ഐ ആം നോട്ട് ഇനഫ് എന്നാണ്. അപ്പൊ ജലീലിന്റെ ക്വസ്റ്റ്യന് ഐ ആം നോട്ട് ഇനഫ് എന്ന് പറഞ്ഞ ഫിയർ എല്ലാ ഹ്യൂമൻസിനും ഉണ്ട്. അമേരിക്കയിലുണ്ടോ? ചില ആൾക്കാർ ഇവിടെ ഞാൻ നാട്ടിൽ നിന്ന് എന്റെ അമേരിക്കൻ ആയിട്ടുള്ള ക്ലയൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ആൾക്കാർ ചോദിക്കും, ഈ അമേരിക്ക ഉള്ളവർക്ക് ഫിയർ ഒക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എല്ലാ ഹ്യൂമൻ സ്പീഷീസിനെ സംബന്ധിച്ചോളം ഉള്ള ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫിയർ ആണ് ഐ എം നോട്ട് ഇനഫ്. അപ്പൊ ഞാൻ ഇനഫ് അല്ല എന്ന തോന്നലിനെ വാലിഡേറ്റ് ചെയ്യുവാണ് പാസ്റ്റ് ഫെയിലിയർ ചെയ്തേക്കുന്നത് ജലീൽ. അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം ഫെയിൽ ചെയ്തപ്പം ഞാൻ ഇനഫ് അല്ല എന്നുള്ള കാര്യത്തെ വാലിഡേറ്റ് ചെയ്തു. എനിക്ക് കുറച്ചുകൂടെ പ്രൂഫായി ഞാൻ ഇനഫ് അല്ല കേട്ടോ, ശരിയാ കേട്ടോ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബിസിനസ് ചെയ്തപ്പം അതിൽ നിന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഞാൻ ഇനഫ് അല്ല. അപ്പൊ ആ ഫിയറിനെ വാലിഡേറ്റ് ചെയ്യുമ്പം ആ ഫിയറിൽ നിന്ന് നമ്മൾ പുറത്തു ചാടണം എന്നുണ്ടെങ്കിൽ ഐ ആം ഇനഫ് എന്ന് തോന്നുക എന്നുള്ളതാണ്. ഐ ആം ഇനഫ് എന്ന് തോന്നാനായിട്ട് പല പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൽ കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഐ ആം ഇനഫ് എന്ന് തോന്നുന്നത്, ഐ ആം നോട്ട് ഇനഫ് എന്ന് തോന്നുന്നത് നമ്മളുടെ ബിഹേവിയറിൽ നിന്നാകാം, നമ്മളുടെ ബിലീഫിൽ നിന്നാകാം, നമ്മളുടെ വാല്യൂവിൽ നിന്നാകാം, നമ്മളെ കുറിച്ച് വിചാരിക്കുന്ന സ്റ്റോറിയിൽ നിന്നാകാം, നമ്മൾ ആരാണെന്നുള്ള നമ്മുടെ വിശ്വാസത്തിൽ നിന്നാകാം. ഇതിൽ നിന്ന് വേറെ ആകാം. ഇതിൽ മാറ്റം വരുത്തിയാലും ആൾക്കാർക്ക് ആ ഫിയറിൽ നിന്ന് മാറാൻ പറ്റും. അപ്പൊ ആ ഫിയറിൽ നിന്ന് മാറാൻ പറ്റുമ്പം നമ്മളെ സംബന്ധിച്ചോളം ഈ ഫെയിലിയർ ഒരു എഡ്യൂക്കേഷനായി മാറും. ഫെയിലിയർ എഡ്യൂക്കേഷനായി മാറി കഴിയുന്ന പോയിന്റിലാണ് ഹ്യൂമൻസ് ഫ്രീ ആകുന്നത്. ഈ ലേറ്റസ്റ്റ് ഇൻവെൻഷൻസ് ഇപ്പം അതിൻ്റെ കാറ്റഗറിയിൽ എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിങ്, ഇൻ്റലിജൻസ് ആപ്സ്, റോബോട്ടിക് പ്രോസസ്സിങ്ങും ഓട്ടോമേഷനും, ബിഗ് ഡാറ്റ, ഇങ്ങനെയൊക്കെയുള്ള ഏരിയാസ്, ടെക് ഏരിയാസ് എത്രമാത്രം ഇൻറ്റൻസീവായിട്ട് ഈ അപ്കമിങ് ബിസിനസ്സുകളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും. അപ്പൊ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നോർമലി വേൾഡിൽ പ്രോമിനന്റ് ആയിട്ട് വരാൻ പോകുന്ന പീരീഡ്, അതായത് ഞാൻ നേരത്തെ പറയുമായിരുന്നു ജലീലുമായിട്ട് സംസാരിച്ചപ്പം, അപ്രോക്സിമേറ്റ്ലി 300 മില്യനും 1 ബില്യനും അപ്രോക്സിമേറ്റ്ലി ആൾക്കാർക്ക് ജോലി ഓട്ടോമേറ്റഡ് ആയി പോകാൻ ചാൻസ് ഉണ്ടായിരുന്നു അടുത്ത 20 വർഷം കൊണ്ട്, 2020 മുതൽ 2040 വരെ. ഇപ്പോൾ ടെക്നോളജിയുടെ ആക്സലറേഷൻ, കൊറോണ വൈറസ് വന്ന ശേഷം ടെക്നോളജിയുടെ ആക്സലറേഷൻ സിഗ്നിഫിക്കൻ്റ്ലി കൂടിയതിനാൽ ആ ഓട്ടോമേഷൻ അപ്രോക്സിമേറ്റ്ലി 10 വർഷം കൊണ്ട് നടക്കും. അപ്പൊ അതുകൊണ്ട് എന്നാ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മൾക്ക് ഏത് സ്മോളർ ലെവലിലും അവൈലബിൾ ആയിട്ട് യൂസ് ചെയ്യാവുന്ന അവൈലബിൾ ആയിട്ടുള്ള
ഒരു വേൾഡിലേക്കാണ് നമ്മൾ സ്വിച്ച് ചെയ്യുന്നത്. നമ്മൾ ഇന്റർനെറ്റ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇന്റർനെറ്റ് ആൾക്കാർ ആമസോൺ എന്ന് പറഞ്ഞൊരു കൊച്ചു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അവർ കൊമേഴ്സിലൂടെ ആൾക്കാർക്ക് സാധനം വിൽക്കും എന്ന് പറഞ്ഞപ്പം ആൾക്കാർ പറഞ്ഞു, നമ്മളുടെയൊക്കെ ചെറുപ്പത്തിലാണ്, ഒരുപക്ഷെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ആൾക്കാർ പറഞ്ഞു, അങ്ങനെയൊക്കെ ആൾക്കാർ കമ്പ്യൂട്ടറിലൂടെ സാധനം മേടിക്കുമോ എന്ന് ചോദിച്ചിരുന്നു ആൾക്കാർ. ആ തുടക്കത്തിന്റെ അടുത്ത ലെവലാണ്, അടുത്ത തുടക്കമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബ്ലൂമിങ്. അപ്പൊ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന ഇൻഡസ്ട്രീസ് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ബിസിനസ് എഫിഷ്യന്റ് ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ ബിസിനസ്സിലെ കോസ്റ്റ് എഫക്റ്റീവ് ആക്കാനായിട്ട്, നിങ്ങളുടെ ബിസിനസ്സിലെ ഇന്നോവേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ ബിസിനസ്സിനെ കുറച്ചും കൂടെ സക്സസ്ഫുൾ ആക്കാനായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിങ്ങും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയയിലിട്ടാണ് വരുന്നത്. അതിനു വേണ്ടിയുള്ള ഒരുപാട് സ്കിൽ സെറ്റുകൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. ഏറ്റവും കൂടുതൽ നമ്മുടെ അമേരിക്കയിൽ തന്നെ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള IT പ്രൊഫഷണൽസ് പലരും ഇന്ത്യയിൽ നിന്നാണ്. അപ്പൊ ഇന്ത്യയിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. ഞാൻ അമേരിക്കയിൽ നിന്ന് സംസാരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്കുണ്ടെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ റിസോഴ്സസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ വളരെ മിനിമം ലെവലിൽ ആദ്യം ഒരു ചെറിയൊരു ചാറ്റ് ബോട്ട് യൂസ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ വാട്സപ്പ് യൂസ് ചെയ്തിട്ട് ഓട്ടോമേഷനിലൂടെ ആൾക്കാർക്ക് മെസ്സേജ് കൊടുക്കുന്നതോ, ആൾക്കാർക്ക് ഓട്ടോമേറ്റഡ് ആയിട്ട് മെസ്സേജ് ചെയ്യുന്നതോ, അവരെ എൻഗേജ് ചെയ്ത് നിർത്തുന്നതോ തൊട്ട് അവിടുന്ന് അങ്ങോട്ട് എക്സ്റ്റെൻഡഡ് ആയിട്ട് വളരെ അഡ്വാൻസ് ആയിട്ട് ലെവലിൽ ഓട്ടോമേഷൻസ് നിങ്ങൾക്ക് ചെയ്ത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ബിസിനസ്സുകളിൽ ഗ്രോത്ത് ഉണ്ടാക്കാവുന്ന ഓപ്പർച്യൂണിറ്റി വളരെ ചീപ്പായിട്ട് വളരെ വളരെ എഫിഷ്യന്റ് ആയിട്ട് ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ടെക്നോളജി ബിസിനസ്സിൽ ഒരു പരിധിക്കപ്പുറം ബിസിനസ്സിനെ പോസിറ്റീവായിട്ട് ഡൈവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നെങ്കിലും ഇതേ ടെക്നോളജി തന്നെ ഒരു മേജർ ഡിസ്ട്രാക്ഷൻ പോയിന്റുമാണ്. അപ്പം ആ ഒരു ഡിസ്ട്രാക്ഷൻ പ്രത്യേകിച്ച് ബിസിനസ് കമ്മ്യൂണിറ്റിയിലും ആ ഡിസ്ട്രാക്ഷൻ വളരെ അധികം ഇപ്പം ഈ കാലഘട്ടത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഷുവർ. സോ ടെക്നോളജിയെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ പെട്ടെന്ന് വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ടെക്നോളജിയാണ് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത്. ടെക്നോളജി നമ്മളൊരു ടൂളായിട്ട് യൂസ് ചെയ്യുവാണ് നമ്മളുടെ ഡിസ്ട്രാക്ഷൻ മാനേജ് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യനെ സംബന്ധിച്ചോളം പണ്ട് കെമിസ്ട്രിയിൽ 7ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ എൻട്രോപ്പി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ടേം യൂസ് ചെയ്യാറുണ്ട്. എൻട്രോപ്പി എന്നായിരിക്കും നാട്ടിൽ പറയുന്നത്. എൻട്രോപ്പി നമ്മളിവിടെ പറയുന്നു. എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ലിക്വിഡ് ആയിട്ടുള്ള സിസ്റ്റത്തിനും അതിന്റെ ലെവൽ ഓഫ് ഡിസോർഡറിനാണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വെള്ളം തിളച്ചു കഴിഞ്ഞാൽ വെള്ളക്കുമിളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഓടി നടക്കുന്നതുകൊണ്ട് എൻട്രോപ്പി കൂടി, കാരണം ഡിസോർഡർ കൂടി. എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ മനസ്സ് ഒരുപാട് വെരി ഹൈ എൻട്രോപ്പിയിലേക്ക് മാറി. നമ്മളുടെ ഒരു ഡിസോർഡർലി മൈൻഡാണ്. നമുക്ക് ടെക്നോളജി ഉണ്ടെങ്കിലും ഈ ഫോണ് നമുക്ക് ടെലിഫോണിനെ എടുത്തിട്ട് എയർപ്ലെയിൻ മോഡിൽ നമുക്ക് ഇടാൻ പറ്റും. നമുക്ക് ടെക്നോളജി ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളുടെ ഇന്റേണൽ ഡിസോർഡർ നമ്മൾ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ടൂളായിട്ട് ടെക്നോളജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടെക്നോളജി വലിയ ശാപമായിട്ട് മാറും. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ആൾക്കാർക്ക് വിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് മറ്റൊരു കാര്യം. നമ്മൾ രാവിലെ എഴുന്നേറ്റു, നമ്മുടെ ബിഗസ്റ്റ് ഗോള് ഇന്നത്തെ ഫേസ്ബുക്കിലുള്ള സ്റ്റാറ്റസ് നോക്കുക എന്നുള്ളതാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ലോകത്തിൽ തന്നെ ഫേസ്ബുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. വോളിയം ബേസ് തന്നെ. അത് മിഡിൽ ഈസ്റ്റിൽ എത്രമാത്രം റിലവന്റ് ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ത്യ എന്ന കൺട്രിയാണ് ഫേസ്ബുക്കിന്റെ ഡേറ്റയിൽ ഏറ്റവും കൂടുതൽ ഫേസ്ബുക്കിന്റെ യൂസേഴ്സ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ലൈഫിന്റെ പർപ്പസ് അൺകോൺഷ്യസ്ലി സബ്കോൺഷ്യസ്ലി നമ്മുടെ ലൈഫിന്റെ പർപ്പസ് ഫേസ്ബുക്കിൽ പോയി സ്റ്റാറ്റസ് നോക്കുന്നതാണെങ്കിൽ, വാട്സപ്പിൽ മെസ്സേജ് നോക്കുന്നതായി മാറുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഗെയിം നമുക്ക് ലോസ്റ്റ് ആയി. നമ്മൾ രാവിലെ എഴുന്നേറ്റു അതിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഗെയിം ലോസ്റ്റ് ആയി. അതിന് പകരം ഈ ടെക്നോളജി ഇന്റൻഷനലി നമ്മളെ ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു ടൂളാക്കി യൂസ് ചെയ്യുക. നമ്മളെ സംബന്ധിച്ചോളം 3310 എന്ന് പറഞ്ഞ നോക്കിയയുടെ ആദ്യത്തെ ഫോൺ ഉണ്ടായിരുന്ന സമയത്ത് അത്രയും പോലും പ്രൊഡക്ടിവിറ്റി ഇടാൻ ഒരുപാട് ആൾക്കാർക്ക് പറ്റുന്നില്ല. ഓഫീസുകളിൽ ആൾക്കാർ വാട്സപ്പിൽ കുത്തി ഫേസ്ബുക്കിൽ കുത്തിയിരിക്കുകയാണ്. അപ്പൊ ആ ലെവലിൽ ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ ആൾക്കാരുടെ ഡിസ്ട്രാക്ഷനെ മാനേജ് ചെയ്യാനായിട്ട്, അവരുടെ ഇന്റേണൽ എൻട്രോപ്പിനെ മാനേജ് ചെയ്യാനായിട്ട്, ആ എൻട്രോപ്പി മാനേജ് ചെയ്യാനായിട്ട് ഒരു സിസ്റ്റം നമ്മൾ കണ്ടുപിടിക്കുക. അത് പ്രെയർ ആകാം,
ഏതെങ്കിലും സ്പിരിച്വൽ പ്രാക്ടീസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പ്രെയർ ആകാം, മെഡിറ്റേഷൻ ആകാം, അല്ലെങ്കിൽ ഒരുപാട് ഓൺലൈൻ റിസോഴ്സസ് ഉണ്ട്. എന്തെങ്കിലും ഓൺലൈൻ റിസോഴ്സസ് യൂട്യൂബിൽ ഈ പറഞ്ഞ പോലെ മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള മ്യൂസിക് ലിസൺ ചെയ്യുന്നതാകാം, അല്ലെ ഡാൻസ് ചെയ്യുന്നതാകാം. എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കണ്ടുപിടിച്ച് നമ്മളുടെ ഡേയിലെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ കാമായിട്ട്, നമ്മൾ അതിനെ പവർ സെറമണി എന്നാണ് പറയുന്നത്, നിങ്ങളെ പവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സെറമണി ചെയ്ത് നിങ്ങളുടെ രാവിലെ നിങ്ങൾ സെറ്റാക്കി നിങ്ങളുടെ ലൈഫിൽ എന്ത് പർപ്പസ് ഉണ്ടോ ആ പർപ്പസിലേക്ക് നിങ്ങളെ അലൈൻ ചെയ്ത ശേഷമേ ഡേ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഡിസ്ട്രാക്ഷൻസിനെ നോട്ട് ഓൺലി മാനേജ് ചെയ്യുന്നത്, ബട്ട് ഓൾസോ ഈ ടെക്നോളജീനെ നമ്മൾക്ക് യൂസ്ഫുൾ ആയിട്ടൊരു ടൂളാക്കി നമ്മൾ മാറ്റുന്നത്. ഈ 90 ഡേയ്സ് ടു ലൈഫ് എന്ന റൂബിളുടെ ബുക്കിൽ 2 സെഗ്മെന്റ് കാണാം. ഒന്ന്, റൂബിൾ ഒരു ബിസിനസ് കൺസൾട്ടൻസിയാണ് ഫോക്കൽ പോയിന്റ് എങ്കിലും അതിൽ വർക്കിംഗ് ക്ലാസ്സിനെയും ബിസിനസ് ക്ലാസ്സിനെയും ഒരേപോലെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വർക്കിംഗ് ക്ലാസ്സിനെയും ബിസിനസ് ക്ലാസ്സിനെയും തമ്മിലുള്ള അവരുടെ മെന്റാലിറ്റിയിലുള്ള ഡിഫറൻസ് എന്താണ്? ഇവിടെ ഞാൻ ഇന്ത്യ വിട്ടിട്ട് ഒരുപാട് നാളായി, എങ്കിലും എൻ്റെ വർക്കിംഗ് ലെവലിൽ നിന്ന് മാറിയിട്ടും ഒരുപാട് നാളായി. എങ്കിലും ഞാൻ കാണുന്ന ഒരു കാര്യം വെച്ചാൽ, ടിപ്പിക്കലി വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർ പലപ്പോഴും അവരുടെ ജോലികൾ, ഒരുപാട് ആൾക്കാർ അവരുടെ ജോലികൾ ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്ത് നമുക്ക് നമ്മുടെ ജോലി ചെയ്തിട്ട് ആ ശമ്പളം മേടിച്ച് വീട്ടിൽ പോയിക്കൂടെ. അപ്പൊ ഒരാൾ കൂടുതൽ ജോലി ചെയ്യുവാണ്, എന്തിനാണ് നീ കൂടുതൽ ജോലി ചെയ്യുന്നത്, അതിനകത്ത് എന്താ കാര്യം ഇരിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇനി ആ വർക്കിംഗ് ക്ലാസ്സിൽ തന്നെ ചില ആൾക്കാർ വളരെ എക്സ്ട്രാ ഓർഡിനറി കമ്മിറ്റഡ് ആയിട്ട്, ഞാൻ പറയും ഒരു ജോലിയെ ആ ജോലിയുടെ സിഇഒ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ ജോലിയുടെ സിഇഒ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ബേസിക്കലി ഓണ്ടർപ്രനേഴ്സ് ആണ്. അവര് നാളെ ഫ്യൂച്ചറിൽ അവരുടെ തന്നെ ഒരു കമ്പനിയായി മാറും. അവരൊരു വലിയൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സൺ ആയി മാറും. അപ്പൊ ബേസിക്കലി ഞാൻ കാണുന്ന ഒരു എംപ്ലോയി മൈൻഡ് സെറ്റ് വേഴ്സസ് ഓണ്ടർപ്രനർ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ, എംപ്ലോയീസ് മണിക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. സക്സസ്ഫുൾ ആയിട്ടുള്ള ഓണ്ടർപ്രനേഴ്സ്, പലപ്പോഴും ആൾക്കാർ തിങ്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഓണ്ടർപ്രനേഴ്സ് മണിക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ റിയാലിറ്റിയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഓണ്ടർപ്രനേഴ്സ് വാല്യൂ കൊടുക്കാനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ കംപ്ലീറ്റ്ലി അതർ വേ അറൗണ്ട് ആണ്. എല്ലാവരും വിചാരിക്കുന്നത്, ജോലിക്കാരൻ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ, ബിസിനസ്സുകാരൻ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ. നേരെ ഓപ്പോസിറ്റ് ആണ്. ജോലിക്കാര്, കമ്മിറ്റഡ് അല്ലാത്ത ജോലിക്കാര് മണിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാര്, ആ ബിസിനസ്സുകാരെ വാല്യൂയിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ഇപ്പൊ കാണുന്ന ഒരു തലമുറ, ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന ഒരു വലിയൊരു ശതമാനം തലമുറ, ജോലിക്കാരിലും ബിസിനസ്സുകാരിലും ഉള്ള സിമിലാരിറ്റി എന്നാന്ന് വെച്ചാൽ, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള കുറെ ജോലിക്കാര്, ജോലിയിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാര്, ജലീൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അവര് പറയുന്നത് അവർ ആ ജോലിയുടെ സിഇഒ ആണ്. അവർ ആ ജോലിയുടെ സിഇഒ ആയിട്ട് വർക്ക് ചെയ്ത് അങ്ങനെ വാല്യൂ കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ ലോകത്തിൽ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, അങ്ങനെയുള്ളവർക്ക് അവരുടെ ഇൻകത്തിൽ ഗ്രോത്ത് ഉണ്ടാക്കാനും വേണ്ടിയാണ് ഞാൻ ആക്ച്വലി 90 ഡേയ്സ് ലൈഫ് എഴുതിയത്, ഓണ്ടർപ്രനേഴ്സിനോടൊപ്പം തന്നെ. 2 കമ്പാരിസണാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒന്ന്, ഞാനൊരു NRI ആണ്, റൂബിളും ഒരു NRI ആണ്. അപ്പം ഈ 2 റീജിയനിലാണ് നമ്മൾ ഇപ്പോൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ 2 റീജിയനിലും മലയാളികൾക്കുള്ള ഒരു അഡാപ്റ്റബിലിറ്റി, അവർ ചെന്ന് ചേരുന്ന എൻവിയോൺമെൻറ്റിനോടുള്ള ഒരു അഡാപ്റ്റബിലിറ്റി വേറെ ഈ ഒരു നാഷണാലിറ്റിക്കും ഞാൻ കണ്ടിട്ടില്ല. അവർ അത്തരം ഏത് സാഹചര്യത്തിലും ആ ചെന്നുവിടുന്ന എൻവിയോൺമെൻറ്റുമായിട്ട് വളരെ അഡ്ജസ്റ്റഡ് ആണ്. ആ ഒരു ക്വാളിറ്റി മലയാളികൾക്ക് മാത്രമുള്ളതാണോ? അഡാപ്റ്റബിലിറ്റി വളരെ കുറവായിട്ട് മനുഷ്യന് ജനറലി വളരെ കുറവായിട്ടുള്ളൊരു സ്കില്ലാണ്. ഈ അഡാപ്റ്റബിലിറ്റി വരുന്നതിന്, അപ്പൊ അഡാപ്റ്റബിലിറ്റി എന്താണെന്ന് ബിഹൈൻഡ് ദ സീനിൽ പറയുവാണെങ്കിൽ, ഒരു ഹ്യൂമൻ എക്സ്പീരിയൻസിൽ ഇനി അങ്ങോട്ട് ലോകത്തിലെ അൺസേർട്ടൺ ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുപാട് നമുക്കുണ്ട്. കൊറോണ വൈറസ് ഉണ്ട്, ഒരുപക്ഷെ ഒരു കറൻസി ക്രൈസിസ് ഉണ്ടാകാം ലോകത്തിൽ, എക്കണോമിക് ലെവലിൽ. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ എന്തൊക്കെ സിറ്റുവേഷനോട് കടന്നു പോയാലും ആ സിറ്റുവേഷനോട് അഡാപ്റ്റ് ചെയ്യാനുള്ള സ്കില്ലാണ് എൻ്റെ ലോകത്ത് ഞാൻ കാണുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കില്ല്. സോ അതിനെ ഞാൻ ക്വാളിഫൈ ചെയ്യുവാണ്. അത് വളരെ വളരെ നല്ല ഒരു പോയിന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ സ്കില്ല് ഉള്ള ആൾക്കാര് ഞാൻ കണ്ടിട്ടുള്ളത്, ലോകത്തില് സ്കില്ല് വളരെ ഇതായിട്ട് കണ്ടിട്ടുള്ളത്
ഒരു കമ്മ്യൂണിറ്റിയാണ് മലയാളികൾ. മറ്റ് കമ്മ്യൂണിറ്റികൾ ഉണ്ടോ എന്ന ചോദ്യത്തിന് ഇസ്രായേലിൽ നിന്നുള്ള ആൾക്കാർക്ക് ഒരുപാട് അഡാപ്റ്റബിലിറ്റി ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ചില പാകിസ്ഥാനിൽ നിന്നുള്ള ചില ആൾക്കാരിൽ വളരെ അഡാപ്റ്റബിലിറ്റി കണ്ടിട്ടുണ്ട്, അവർ അഡാപ്റ്റ് ചെയ്യാനുള്ള സ്കില്ല് കണ്ടിട്ടുണ്ട്. അങ്ങനെ പല രാജ്യങ്ങൾ, ഞാൻ 25 രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരോട് വർക്ക് ചെയ്തിട്ടുണ്ട്, വളരെ അഡാപ്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ജനറലി സ്പീക്കിംഗ് അമേരിക്കയിൽ അഡാപ്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. പക്ഷെ ജനറലി സ്പീക്കിംഗ് അഡാപ്റ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി കുറഞ്ഞു വരുവാണ്. എന്തുകൊണ്ടാണ് ബിഹൈൻഡ് ദ സീനിൽ ഇത് ഉണ്ടാകുന്നതെന്നും ഈ അഡാപ്റ്റബിലിറ്റി ഏത് സാഹചര്യത്തോട് അഡാപ്റ്റ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അൺസർട്ടൺ ആയിട്ടുള്ള സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്താണ് നമ്മൾ ഈ സ്കിൽ ഉണ്ടാക്കുന്നത്. തേർഡ് വേൾഡ് നേഷനിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർക്ക്, ചില ലെവലിൽ പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ പോയിട്ടുള്ള ആൾക്കാർക്ക് സിഗ്നിഫിക്കൻ്റ്ലി ഹൈ അഡാപ്റ്റബിലിറ്റിയാണ്. ആ അഡാപ്റ്റബിലിറ്റി സ്കില്ലിന്റെ കൂടെ കറക്റ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കേരളത്തിൽ കിട്ടിയത് കൊണ്ടും ഈ എഡ്യൂക്കേഷനും അഡാപ്റ്റബിലിറ്റിയും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മൾ മലയാളികൾ ഒരു വളരെ സ്പെഷ്യൽ സ്പീഷീസായി മാറി. വളരെ ഫ്രജൈലായിട്ടുള്ള ഒരു ബിസിനസ് ഫ്രട്ടേണിറ്റി ആണ് അമേരിക്കൻസ് എന്ന് പറയാറുണ്ട്. ക്രൈസിസിനെ അവർക്ക് അത്ര പെട്ടെന്ന് മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത്. കൊറോണ വൈറസ് തന്നെ അത്തരം ഒരു വലിയ സെറ്റ് ബാക്ക് അവർക്കുണ്ടാക്കി. പക്ഷേ ഇന്ത്യ പോലുള്ള എക്കോണമി, അല്ലെങ്കിൽ കേരളം പോലുള്ള സ്ഥലത്ത്, മിഡിൽ ഈസ്റ്റ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു പരിധി വരെ ഈ ക്രൈസിസിനെ മാനേജ് ചെയ്യാൻ കഴിഞ്ഞതായിട്ടാണ് തോന്നുന്നത്. എന്താണ് ആ വ്യത്യാസം? അപ്പൊ അവിടെ ഒരു ചെറിയൊരു അഡീഷൻ ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ജനറലി സ്പീക്കിംഗ് അമേരിക്കൻ ആയിട്ടുള്ള ഒരുപാട് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള കമ്പനികൾ ഈ സിറ്റുവേഷനിൽ ഈവൻ മോർ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, മൈക്രോസോഫ്റ്റും ആമസോണും ആപ്പിളും മറ്റ് പല കമ്പനികളും വളരെ സക്സസ്ഫുൾ ആയിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം ഏതൊരു രാജ്യം എടുത്താലും, നമ്മൾ നാട്ടിൽ പറയല്ലേ, വളരെ കാശുണ്ടായിരുന്ന വല്യപ്പച്ചനായിരുന്നു, മക്കൾക്ക് ഒരുവിധം പൈസ ഉണ്ട്, അവർ കീപ്പ് ചെയ്തു, മൂന്നാമത്തെ തലമുറയായപ്പോൾ അവർ പൈസ കളഞ്ഞെന്ന് പറയല്ലേ. എങ്കിലും രണ്ടാമത്തെ തലമുറ ചിലപ്പോൾ കളയും, ചിലപ്പോൾ മൂന്നാമത്തെ തലമുറ എന്താണ് കളയുന്ന ഒരു ജനറൽ വിശ്വാസമുണ്ട്. ചില ആൾക്കാർ അത് കണ്ടിന്യൂ ചെയ്ത് പോകാറുണ്ട്. ഇതാണ് അമേരിക്കയിൽ സംഭവിച്ചത്. അമേരിക്കയെ സംബന്ധിച്ചോളം എന്ത് സംഭവിക്കുക എന്ന് വെച്ചാൽ, നമ്മൾ ഏതൊരു രാജ്യം, അമേരിക്ക ആണെങ്കിൽ ഇതിനു മുമ്പ് യു കെ ആയിരുന്നെങ്കിലും ലോകത്തിന്റെ പവറായിട്ട് നിൽക്കുന്ന രാജ്യം ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ആൾക്കാർ അന്ധവിശ്വാസികളും ആൾക്കാർ മറ്റു കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നവരുമായി മാറി. അപ്പൊ അവിടെ എഡ്യൂക്കേഷന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോകും. അമേരിക്കയെ സംബന്ധിച്ചുള്ള അമേരിക്ക ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വളരെ മിനിമൽ നമ്പറായി അമേരിക്കയുടെ എഡ്യൂക്കേഷനിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ആ എഡ്യൂക്കേഷനിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കുറയുമ്പോൾ എഡ്യൂക്കേഷന്റെ കൂടെ ഇന്നോവേഷനും കുറയും. അപ്പൊ ആ ഇന്നോവേഷൻ കുറയുമ്പോഴും എഡ്യൂക്കേഷൻ കുറയുകയും ചെയ്യുമ്പോൾ ആ രാജ്യത്തെ സംബന്ധിച്ചോളം രാജ്യം ചെറിയ ഡിക്ലൈനിലേക്ക് മാറി തുടങ്ങും. പക്ഷെ ഇത്രയും വളർന്ന രാജ്യമായതുകൊണ്ട് ഒരുപാട് വർഷമെടുക്കും അങ്ങനെ ഒരു ഡിക്ലൈൻ സിഗ്നിഫിക്കൻ്റ്ലി കൂടുതൽ ആൾക്കാർക്ക് ഓബ്വിയസ് ആയിട്ടുള്ള ക്ലാരിറ്റിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതേസമയം എന്ത് സംഭവിച്ചാൽ നമ്മൾക്ക് ഒരു രാജ്യത്തിൽ നിന്ന് പവർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും തന്നെ ആ രാജ്യത്തിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാവും. ഇപ്പൊ ഇവിടെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള, വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള, ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഡോക്ടേഴ്സും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സയന്റിസ്റ്റുകളും ഞങ്ങൾക്കുണ്ട്. അതേസമയം മറ്റൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇരുന്നിട്ട് പറയുവാണ്, ഇത് എനിക്ക് പേഴ്സണൽ ഫ്രീഡം വേണം, എനിക്ക് മരിക്കാനുള്ള പേഴ്സണൽ ഫ്രീഡം വേണം എന്നാണ് ആൾക്കാർ പറയുന്നത്. എനിക്ക് മാസ്ക് വെക്കണ്ട, എനിക്ക് അത് ചെയ്യേണ്ട എന്നാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവര് എഗെയിൻ ഇൻഡിവിജ്വലിസ്റ്റിക് സൊസൈറ്റിയുടെ ഒരു പ്രശ്നമാണ്. ശ്രദ്ധിച്ചു നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞില്ലേ, ക്ലസ്റ്റർ സൊസൈറ്റിയിൽ ഇപ്പൊ മോഡി പറയുവാണ്, നമ്മളെല്ലാ ആൾക്കാരും, പ്രൈം മിനിസ്റ്റർ മോഡി പറയുവാണ്, നമ്മളെല്ലാ ആൾക്കാരും വീട്ടിലിരിക്കണം, വിളക്ക് കത്തിക്കണം എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാരും എതിർപ്പുണ്ടെങ്കിലും എന്താണെങ്കിലും എല്ലാവരും ഒരുമിച്ച് വന്ന് ക്ലസ്റ്റർ സൊസൈറ്റിയിൽ ഫോളോ ചെയ്യും. കാരണം ക്ലസ്റ്റർ സൊസൈറ്റി ഫോളോയിങ് സൊസൈറ്റിയാണ്. ഇൻഡിവിജ്വലിസ്റ്റിക് സൊസൈറ്റി ഇൻഡിവിജ്വൽ സൊസൈറ്റിയാണ്. ഞാൻ ആരെയും ഫോളോ ചെയ്യില്ല, നിങ്ങൾ മാസ്ക് വെക്കണം, മാസ്ക് വെച്ചോ, ഞാൻ മാസ്ക് വെക്കില്ല. ഈ ഫ്രീഡം അവർക്ക് കിട്ടുന്നതുകൊണ്ട് അതുകൊണ്ട് ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്. ഇനീഷ്യൽ ലെവലിൽ ഗ്രോത്ത് ഉണ്ടാവും, ലേറ്റർ സ്റ്റേജിൽ അത് ഡീസലറേറ്റിംഗ് ആയിട്ടുള്ള എഫക്റ്റ് ആയി മാറുകയും ചെയ്യും. അതാണ് അതിന്റെ ബ്രീഫ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. ഫൈനലി, ഈ ആഫ്റ്റർ കൊറോണ നമുക്ക് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് തോന്നുന്ന ഒരു 3-4 ബിസിനസ് ഏരിയകൾ സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു അമേരിക്കൻ പെർസ്പെക്റ്റീവിലല്ല ഞാൻ ചോദിക്കുന്നത്. റൂബിള് പല ഇന്ത്യൻ കമ്പനിയുടെയും കൺസൾട്ടൻ്റ് ആണ്. അപ്പം ആ ഒരു മൊമെൻറ്റം നിലനിർത്താൻ, കമ്പനികളുടെ ആ ഒരു മൊമെൻറ്റം നിലനിർത്താൻ, ആ ഒരു ഗ്രോത്ത് റേറ്റ് ആക്സിലറേറ്റ് ചെയ്യാനായിട്ട് എന്താണ് എഫക്റ്റീവായിട്ട് തോന്നുന്ന ഒരു 3-4 ബിസിനസ് ഏരിയാസ്? ഞാൻ അതിനു മുമ്പായിട്ട് തന്നെ ഒരു ചെറിയൊരു പീസും കൂടെ ഒന്ന് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒരു പ്രധാനപ്പെട്ട ഒരു ട്രെൻഡ്, ഇത്രയും വളരെ വളരെ റിലവൻ്റ് ആയിട്ടുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ലിസൺ ചെയ്യുന്നതുകൊണ്ട്
ഒരു ട്രെൻഡ് ഞാൻ നിങ്ങളുടെ മനസ്സിലൊന്ന് കൊണ്ടുവരുവാണ്. ആ ട്രെൻഡ് ഒന്ന് കൊണ്ടുവന്നിട്ട് ഞാൻ കാണുന്ന ഏരിയകളെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യാം. എന്ത് പറയുന്നു? ഓക്കെ, ഗോ ഹെഡ്. അപ്പൊ ഒരു ട്രെൻഡ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് സ്വാൻ എന്ന് പറഞ്ഞേക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ബ്ലാക്ക് സ്വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വരെ ലോകത്തിൽ ആരും കറുത്ത അരയന്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നില്ലായിരുന്നു. കറുത്ത അരയന്നങ്ങളില്ല, കറുത്ത സ്വാനുകളില്ല എന്ന് വിശ്വസിച്ചിരുന്ന ലോകമാണ്. ഓസ്ട്രേലിയ കണ്ടുപിടിച്ചപ്പോഴത്തേന് പെട്ടെന്ന് അവിടെ കറുത്ത ഒരു അരയന്നത്തെ കാണുവാണ്. അരയന്നം എന്നാണോ മലയാളത്തിലുള്ള ട്രാൻസ്ലേഷൻ എനിക്കറിയില്ല. അപ്പൊ ആളെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്കാർ കറുത്ത തരത്തിലും ഉണ്ടോ അരയന്നങ്ങൾ? അപ്പൊ അത് ഒരു സർപ്രൈസ് ആയിപ്പോയി ആൾക്കാർക്ക്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് 2000-ലുണ്ടായ ഫൈനാൻഷ്യൽ ക്രൈസിസും 2007-ലുണ്ടായ ഫൈനാൻഷ്യൽ ക്രൈസിസും ബ്ലാക്ക് സ്വാൻ ഇവന്റുകളായിരുന്നു. 9/11 ഒരു ബ്ലാക്ക് സ്വാൻ ഇവന്റ് ആയിരുന്നു. രണ്ടാം ലോകമഹായുദ്ധം ഒരു ബ്ലാക്ക് സ്വാൻ ഇവന്റ് ആയിരുന്നു. അപ്പൊ ലോകത്തില് മോസ്റ്റ്ലി അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഇവന്റുകൾ ലോകത്ത് ഉണ്ടാകാറുണ്ട്. നമ്മൾ വളരെ മാക്രോ ആയിട്ടുള്ള ട്രെൻഡുകൾ ലോകത്തിൽ കണ്ടാൽ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ഇവന്റുകളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാറുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പം 2000-ലും 2007-ലും ഉണ്ടായ ക്രൈസിസുകളെ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ എക്സസീവ് ആയിട്ടുള്ള മണി ലോകത്തിലേക്ക് ഇട്ടു. ലോകത്തില് അമേരിക്ക തന്നെ അപ്രോക്സിമേറ്റ്ലി $7 ട്രില്യൺ പ്രിന്റ് ചെയ്തു ആൾക്കാർക്ക് കൊടുത്തു. അത് കൂടാതെ മറ്റ് രാജ്യങ്ങൾ കൂടി $5 ട്രില്യൺ ലോകത്തിലേക്ക് ഇട്ടായിരുന്നു. $13 ട്രില്യൺ ഉണ്ടായിരുന്നു കൊറോണയ്ക്ക് മുമ്പ് തന്നെ. അതിനുശേഷം കൊറോണ വന്ന ശേഷം അമേരിക്ക അപ്രോക്സിമേറ്റ്ലി ഇപ്പൊ $6 ട്രില്യണോളം ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 20 ട്രില്യൺ അഡീഷണൽ മണി 2008 മുതൽ 2020-നുള്ളിൽ ലോകത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയും ഒരു 5 ട്രില്യൺ, ഈ ട്രില്യൺ എന്ന് പറഞ്ഞ നമ്പർ തന്നെ വലിയൊരു നമ്പറാണ്. ഓക്കെ, അപ്പൊ $5 ട്രില്യൺ 5-7 ട്രില്യൺ ലോകത്തിലേക്ക് ഇട്ടാലാണ് നമ്മൾ ഈ സിറ്റുവേഷനിൽ നിന്ന് പുറത്തു ചാടി വരാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ജലീലിന് കാണാൻ പറ്റും, ലിസണേഴ്സിന് കാണാൻ പറ്റും, ഇവിടെ എന്താണ് ഒരു അടുത്ത ബ്ലാക്ക് സ്വാൻ പൊട്ടൻഷ്യൽ ഉള്ള സിറ്റുവേഷൻ. ജലീലിന് എന്തെങ്കിലും തോട്ട്സ് ഉണ്ടോ അതിനെക്കുറിച്ച്? എന്താണ് ഇതിനകത്ത് അടുത്ത പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ക്രൈസിസ്? എന്തായിരിക്കാം? ഇൻഫ്ലേഷൻ ആയിരിക്കാം. കറൻസി ക്രൈസിസ് ആണ്. കറൻസി ക്രൈസിസ് ഉണ്ടാക്കാം. അതായത് ലോകത്തില് രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ആ ഒരു സമയത്ത് 1945-ല് ഡോളറിലേക്ക് UK-യിൽ നിന്ന് ബ്രിട്ടീഷ് പൗണ്ടിൽ നിന്ന് ഡോളറിലേക്ക് കറൻസി ഷിഫ്റ്റ് ഉണ്ടായത് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പോയിന്റിൽ ഒരു മേജർ ആയിട്ടുള്ള UK-യെ സംബന്ധിച്ചോളം സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള എക്സസീവ് ആയിട്ടുള്ള മണി പ്രിന്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു. അവിടെ ആ ഒരു സിറ്റുവേഷനിൽ കുറച്ചുകൂടെ സോൾഡ് ആയിട്ടുള്ള കറൻസി ആയിട്ടാണ് US കറൻസി വന്നേക്കുന്നത്. അപ്പൊ ആ US കറൻസി വഴി പ്രിന്റഡ് ആയിട്ട് വരുന്ന മണി അത് ലോകം മുഴുവനായിട്ടുള്ള മണി എക്സസ് ആയിട്ട് വരുമ്പോൾ ഏത് കാര്യം എക്സസ് ആയാലും നാച്ചുറലി എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ കുറഞ്ഞു പോകും. അതിന്റെ അർത്ഥം കറൻസി ഡീഫ്ലേറ്റ് ചെയ്യുന്ന, കറൻസിയുടെ വാല്യൂ സിഗ്നിഫിക്കന്റ്ലി പോകുന്ന ഒരു കാര്യമായിരിക്കും പൊട്ടൻഷ്യലി അടുത്ത ബ്ലാക്ക് സ്വാൻ ഇവന്റ്. ഇപ്പൊ ഞാൻ പറയുമ്പം അത് നാച്ചുറലി അത് വൈറ്റ് സ്വാൻ ആയി മാറുവാണ്. പക്ഷെ റിയാലിറ്റിയിൽ അങ്ങനെയാണ് ഞാൻ ലോകത്തെ കാണുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തില് എന്ത് ഫിസിക്കൽ ആയിട്ടുള്ള അസറ്റുകളിലാണ്, അപ്പൊ ആ കാര്യം എല്ലാ അസറ്റുകളെ അഫക്ട് ചെയ്യും. പക്ഷെ എന്ത് ഫിസിക്കൽ അസറ്റിലാണ് നിങ്ങളുടെ കുറച്ചെങ്കിലും മണി പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് മറ്റ് അസറ്റുകളിൽ എന്തൊക്കെ അസറ്റുകളിൽ കീപ്പ് ചെയ്യാൻ പറ്റുമോ കീപ്പ് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചൊന്ന് തിങ്ക് ചെയ്യണം. എല്ലാ ആൾക്കാരും അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യേണ്ട സമയമാണ്. ഇങ്ങനെ ചിന്തിക്കേണ്ട സിറ്റുവേഷൻ നമ്മുടെ ലൈഫ് ടൈമിൽ ഒരിക്കൽ തന്നെ വന്നിട്ടില്ല, ഒരുപക്ഷെ ഇനി വരാനും പോകുന്നില്ല. പക്ഷെ ഈ ഒരു പ്രാവശ്യം മാത്രം ഇങ്ങനെ തിങ്ക് ചെയ്യണം. കാരണം ഇതാ ഒരു സാധാരണ ആൾക്കാരുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു സാധനം കിട്ടണമെന്നില്ല. ഇൻഡസ്ട്രി വൈസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മണി പ്രിന്റ് ചെയ്യുവാണ്. പ്രിന്റ് ചെയ്ത സമയത്ത് നാച്ചുറലി ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ പോയാലും തീർച്ചയായിട്ടും ഗ്രോ ചെയ്യും. ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകളിൽ സിഗ്നിഫിക്കന്റ്, കാരണം ലോകത്തില് മനുഷ്യൻ അറിയാവുന്ന കാര്യം എന്തെങ്കിലും ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ ഏത് രാജ്യവും ഇൻഫ്രാസ്ട്രക്ചറിലാണ് ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് തിരിച്ച് പൊക്കിക്കൊണ്ടുവരാനായിട്ട്. അപ്പൊ പ്രിന്റ് ചെയ്യുന്ന മണികൾ സിഗ്നിഫിക്കന്റ് ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് പോകും. രണ്ടാമത്തെ, ഏതെങ്കിലും കാരണവശാൽ ജലീൽ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിങ്ങളുടെ ബിസിനസ്സിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ടൂളുകൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. ഇനി നിങ്ങൾ ബയോടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏരിയകളിലാണെങ്കിൽ മേജർ ആയിട്ടുള്ള ബ്രേക്ക് ത്രൂ ആണ് ബയോടെക്നോളജിയിൽ വരാൻ പോകുന്നത്. ജീനോം എഡിറ്റിംഗ് അല്ലെ ജീൻ എഡിറ്റിംഗ്, അങ്ങനെയുള്ള അഡ്വാൻസ് ആയിട്ടുള്ള ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിന് നാച്ചുറലി പ്രാധാന്യം വരും. എഗെയിൻ നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. കാരണം ഹെൽത്ത് ക്രൈസിസ് വന്ന സ്ഥിതിക്ക് നാച്ചുറലി ഒരുപാട് ഫോക്കസ് ഹെൽത്തിലേക്ക് വന്നതുകൊണ്ട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള പ്രോഗ്രസ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇത്രയും ഞാൻ 3 പറഞ്ഞിട്ട് 4ാമതൊരു കാര്യം ഞാൻ പറയുവാണ്. നിങ്ങൾ ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിലും
ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിലും നിങ്ങൾ വേൾഡ് ക്ലാസ് എക്സ്പീരിയൻസ് കൊടുക്കുവാണെങ്കിൽ, ഞാൻ ഏത് ഇൻഡസ്ട്രിയിലാണെന്ന് പറയുവാണെങ്കിൽ, ഇപ്പോഴും നിങ്ങൾ കാസറ്റ് കട നടത്തുവാണെങ്കിൽ കാസറ്റ് കട നന്നാവും എന്നല്ല ഞാൻ പറയുന്നത്. മനുഷ്യർക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിലും ആ ഇൻഡസ്ട്രിയിൽ നിന്ന് ആൾക്കാർക്ക് വേൾഡ് ക്ലാസ് എക്സ്പീരിയൻസ് കൊടുക്കുവാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം റിലവൻസ് ഉണ്ടാകും, കുറേ കാലത്തിനോട് റിലവൻസ് ഉണ്ടാകും. ആൾക്കാർക്ക് വേണ്ടത് വേൾഡ് ക്ലാസ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ആ സോൾവ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ സോൾവ് ചെയ്യുന്ന ഒരു വേൾഡ് ക്ലാസ് എക്സ്പീരിയൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഇൻഡസ്ട്രിയിലും നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റും. Rubal, thank you so much. It was a very informative interview. Thank you so much for being with us. Thank you. You're welcome, Jalil. It was great. It was great to be with you.